ഹായ് ഗായ്സ്, ഞങ്ങൾ ദേശത്തമ്പലമായ പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് മീനഭരണി മഹോത്സവമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി തൊഴാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാവുക, നല്ല കുറേ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ നല്ല തിരക്കാവും, നല്ല ക്യൂ ആവും. പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഇതൊക്കെ ആവുമല്ലോ. അപ്പോൾ ഉണ്ണീനായിട്ട് പോണ കാരണം നല്ല നേരത്തെ ഞങ്ങൾ പോയത്. നല്ല നേരത്തെ ഒന്നുമല്ല, എന്നാലും ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ പോയി. എന്നിട്ട് തന്നെ അവിടെ ക്യൂ ആയിരുന്നു. വലിയ ക്യൂ അല്ല, എന്നാലും ചെറിയ രീതിയിലുള്ള ക്യൂ നിന്നിട്ടാണ് പിന്നെ തൊഴാൻ പറ്റിയത്. കുട്ടികളുള്ളവർക്ക് നേരത്തെ കയറി തൊഴാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അതിനൊന്നും നിന്നില്ല. അമ്മയുടെ ഒപ്പം തന്നെ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവരെ കൂടെ തന്നെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ വെളിയങ്കോട് നിന്ന് അമ്മയും അച്ഛനും മേമയൊക്കെ കൂടി വന്നു. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും മക്കളും എന്നിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് കയറി. അങ്ങനെ ഞങ്ങൾ പാലപ്പട്ടി പോയി. ഇതാ അവിടുത്തെ തിരക്കും ബഹളമൊക്കെയാണിത്. അച്ഛൻ അവിടെ അങ്ങനെ ചീട്ട് എഴുതാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പോട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് സമ്മതിക്കാതെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അച്ഛൻ എടുത്തു. പിന്നെ അച്ഛനക്ക് ഇവിടെ പണിയുണ്ട്, അങ്ങനെ ഇത് എഴുതി കൊടുക്കണം എന്ന്, പുഷ്പാഞ്ജലി ഇതൊക്കെ എഴുതില്ലേ, അങ്ങനെ എഴുതി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് പിന്നെ അവനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അവനെ പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിച്ചപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി. അവിടെ എത്തിയപ്പോഴാണ് ഒരു ചേച്ചീൻ്റെ അടുത്ത് പറയുന്നത്, കുട്ടികളായിട്ട് വരുന്നവർക്ക് ഫ്രണ്ടിലേക്ക് കയറി തൊഴാട്ടാന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും ഞാൻ ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ എന്തിനാണ് ഫ്രണ്ടിൽ കയറി തൊഴുന്നത്, ഇവരെ കൂടെ തന്നെ പോയാൽ മതിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ക്യൂവിൽ തന്നെ നിന്നിട്ട് കയറി. പിന്നെ ഇത് വയസ്സായവർക്ക് വേറെ സെപ്പറേറ്റ് ക്യൂ, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. പിന്നെ സാമർത്ഥ്യമുള്ളൊരു ക്യൂലൊന്നും നിൽക്കാതെ കയറുന്നവരും ഉണ്ട്. അങ്ങനെ പല ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഉള്ളിലൊക്കെ കയറി ചുറ്റും തൊഴുത്, അമ്പലത്തിന് ചുറ്റും തൊഴാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് പുറത്താണ് തീർത്ഥം പുഷ്പാഞ്ജലിയൊക്കെ കൊടുക്കേണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ തീർത്ഥം പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. അമ്പട് ഭയങ്കര വാശി തന്നെ ഇരുന്നു കേട്ടോ. അമ്മയുടെ കയ്യിലായിരുന്നിരുന്നത്. അമ്മേനെ ശരിക്കും സമ്മതിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ മേടിച്ച് കുറിയൊക്കെ തൊട്ട് അടുത്ത് ഞങ്ങൾ ശർക്കര വെള്ളം കുടിക്കാനായിട്ട് വന്നു. ശർക്കര വെള്ളം എന്ന് പറഞ്ഞാൽ മീനഭരണിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്ന ചെറിയ ഉള്ളി, തേങ്ങ, ജീരകമൊക്കെ ഇടും തോന്നുന്നു, അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ശർക്കര കൊണ്ടുള്ള ഒരു വെള്ളമാണ് ശർക്കര വെള്ളം. അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. പ്രഭാത ഭക്ഷണത്തിന് റവ മാവും കടലക്കറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കണം. ക്യൂ റോട്ടിലൊക്കെ എത്തി തുടങ്ങി. ഇനി വരവ് പൂരം കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.